നമസ്കാരം. ഈ ലിവിങ് ടുഗദർ എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരുടെ ശുദ്ധ ആഭാസതരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വാക്കായിട്ടാണ് ഇപ്പോൾ ലിവിങ് ടുഗദർ പറയുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ലിവിങ് ടുഗദർ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അത്തരം അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്, അങ്ങനത്തെ ജീവിതം ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വന്ന് സ്പ്രെഡായി കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ ഇതിനെ വേറെ രീതിയിൽ ആൾക്കാർ കാണും. കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ലേഡി എന്നോടത്ത് മെസ്സേജ് അയച്ചു. അവർ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അവരുടെ ഭാഷയിൽ സ്ത്രീ എപ്പോഴും ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, അടിമയല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ കല്യാണം കഴിക്കേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ശരിയായിരിക്കും, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയത് ഹസ്ബൻഡുമായിട്ടൊക്കെ ചേർന്ന് പോകാൻ പറ്റാത്തതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പിന്നെ എങ്ങനെയാണ്, അല്ല ലിവിങ് ടുഗദറാണ് ഇപ്പോൾ നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ലിവിങ് ടുഗദറാണ് അപ്പോൾ നല്ലത് ആയിരിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ലിവിങ് ടുഗദറിൻ്റെ കൂടെ പോയാൽ നേട്ടം ഉണ്ടാകുമെന്ന് കുറേ പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞ കുറേ വീഡിയോ ക്ലിപ്സുകൾ അവരെനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പാണ് ഒരു ടീച്ചറിൻ്റെത്. അവിഹിതം നല്ലതാണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പോർഷൻ. ഞാൻ പറഞ്ഞു ആ ടീച്ചർ സംസാരിക്കുന്ന 1 മണിക്കൂറോ 3/4 മണിക്കൂറുള്ള ഒരു ഫുൾ ലെന്തുള്ള വീഡിയോയിൽ 1-2 സെക്കൻഡാണ് നമ്മൾ ഈ അടുത്ത് ഈ റീൽസായിട്ട് കാണുന്നത്. അവർ പറയുന്നൊരു പോർഷൻ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് ശരിയല്ല, പ്രശ്നമാണെങ്കിലാണ് നമുക്ക് സ്വാഭാവികമായിട്ട് വേറെ ആളോടൊരു ചിന്ത വരുന്നത്. ജീവിത പങ്കാളിക്ക് പ്രശ്നം ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പോകുന്ന ആൾക്കാർ എന്തോ പറയുന്നു, ഇനിയിപ്പോൾ ലിവിങ് ടുഗദർ തന്നെ പറയുന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് ഈ മെസ്സേജ് ഞാൻ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് മകളുണ്ടോ? അവർ പറഞ്ഞു ഉണ്ട്. ഞാൻ പറഞ്ഞു മകൾ ഒരാളുടെ കൂടെ ലിവിങ് ടുഗദറായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു എന്താ കുഴപ്പം, പിള്ളേർക്ക് കഴിയുന്നതിന് കുഴപ്പമൊന്നുമില്ല, എനിക്കോ പറ്റിയില്ല, അവരെങ്കിലും കഴിയട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറഞ്ഞു. നല്ല കാര്യം, അതുകൊണ്ടുള്ള നേട്ടം എന്തോ, അവർ നല്ല രീതിയിൽ പോകുന്നു, മുന്നോട്ട് പോകുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജീവിത പങ്കാളികളാകുന്നു. പാശ്ചാത്യ രാജ്യത്തൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചില സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു